ദുബായ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനി യുഎഇയുടെ കിഴക്കൻ തീരത്തുള്ള ഫുജൈറയിൽ ഒരു പുതിയ മൾട്ടിപർപ്പസ് പോർട്ട്, ബഹുമുഖ തുറമുഖവും കണ്ടെയ്നർ ടെർമിനലും നിർമ്മിക്കാൻ ഒരുങ്ങുന്നു. ഈ പദ്ധതി പൂർത്തിയായാൽ ഹോർമുസ് കടലിടുക്കിലൂടെ പോകാതെ തന്നെ കപ്പലുകൾക്ക് ഗൾഫ് മേഖലയിലേക്ക് ചരക്കുകൾ എത്തിക്കാനും പുറത്തേക്ക് കൊണ്ടുപോകാനും കഴിയും. ഇതിലൂടെ ഗൾഫ് മേഖലയിലെ ചരക്ക് ഗതാഗതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. ഫെബ്രുവരി 28-ന് ആരംഭിച്ച പ്രാദേശിക സംഘർഷത്തിന് ശേഷം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം കൂടുതൽ അപകടകരമായി മാറി. മിസൈൽ ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ, കടലിലെ മൈനുകൾ, സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതെല്ലാം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിലൊന്നിൽ വലിയ തടസ്സങ്ങൾക്ക് കാരണമായി. അത്തരം സാഹചര്യത്തിലാണ് ഫുജൈറ തുറമുഖ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ഒരു പ്രധാന നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ജബൽ അലി തുറമുഖമാണ് യുഎഇയുടെ പ്രധാന ലോജിസ്റ്റിക്സ് കേന്ദ്രം. അതിനൊപ്പം ഫുജൈറയിലെ പുതിയ തുറമുഖ പദ്ധതി രാജ്യത്തിന്റെ സമുദ്ര ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്താനുള്ള തന്ത്രപരമായ നീക്കമാണ്. ഇതിലൂടെ ഹോർമുസ് കടലിടുക്ക് പോലുള്ള ഒരു പ്രധാന കടൽപാതയെ മാത്രം ആശ്രയിക്കേണ്ട സാഹചര്യം കുറയ്ക്കാം. ഭാവിയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും വ്യാപാരവും ചരക്ക് ഗതാഗതവും തടസ്സപ്പെടാതിരിക്കാനും യുഎഇ ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജബൽ അലിയെ മാത്രം ആശ്രയിക്കാതെ യുഎഇ പുതിയ പദ്ധതികൾ ആലോചിക്കുന്നത്? ജബൽ അലി തുറമുഖം ദുബായെ ലോകത്തിലെ പ്രധാന വ്യാപാര സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ തുറമുഖം 15.6 ദശലക്ഷം ചരക്കുകൾ കൈകാര്യം ചെയ്തു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റീ എക്സ്പോർട്ട് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത്. അതായത് ഇന്ത്യ, ചൈന തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ചരക്കുകൾ ഇവിടെ എത്തിച്ച് പിന്നീട് ആഫ്രിക്ക, യൂറോപ്പ്, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലേക്ക് വീണ്ടും കയറ്റുമതി ചെയ്യുന്നു. എന്നാൽ ജബൽ അലി തുറമുഖത്തിന്റെ ഏറ്റവും വലിയ ശക്തി തന്നെയാണ് ഇപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ദൗർബല്യവും. കാരണം ഈ തുറമുഖത്തിലെത്താൻ മിക്ക കപ്പലുകളും ഹോർമുസ് കടലിടുക്ക് വഴി തന്നെ സഞ്ചരിക്കണം. അവിടെ യുദ്ധമോ സൈനിക സംഘർഷമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായാൽ ജബൽ അലിയിലേക്കുള്ള ചരക്ക് ഗതാഗതം ഗുരുതരമായി ബാധിക്കാം. അതുകൊണ്ടാണ് യുഎഇ ഫുജൈറ പോലുള്ള മറ്റൊരു തുറമുഖം വികസിപ്പിച്ച് ഹോർമുസിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. പദ്ധതിയുടെ കൃത്യമായ വിവരങ്ങൾ കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ജബൽ അലി തുറമുഖത്തിന് പകരമാകാനല്ല ഈ പുതിയ പദ്ധതിയെന്ന് കമ്പനിയുടെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ജബൽ അലി അതിന്റെ പ്രാധാന്യത്തോടെ തുടരുമെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും കുറയ്ക്കില്ലെന്നും കമ്പനി വ്യക്തമാക്കി. റിപ്പോർട്ടുകൾ പ്രകാരം നിർമ്മാണ പദ്ധതി പ്രകാരം മുന്നോട്ടു പോയാൽ പുതിയ തുറമുഖവും കണ്ടെയ്നർ ടെർമിനലും ഏകദേശം 18 മാസത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കാനാകും.